ആക്ച്വലി നമ്മൾ learnwithsibin.com എന്ന ഡൊമൈനിലേക്ക് വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡൊമൈൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലാൻഡിംഗ് പേജ് ആയിരിക്കും ഇപ്പോൾ വരുന്നത്. കാരണം ഇതിനുള്ള പ്രത്യേകിച്ച് ഡാറ്റ നമ്മൾ ഇട്ടിട്ടില്ല, ഈ പേജ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മളുടെ വേർഡ്പ്രസ് എന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ഹോം പേജ് എങ്ങനെ ഒന്ന് ഭംഗിയാക്കുക എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഇപ്പം നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരുന്ന എക്സ്ട്രാ എന്ന് പറയുന്നൊരു തീമാണ് ഇൻസ്റ്റാൾ ചെയ്തത്. പിന്നെ നമുക്ക് പേജസിലേക്ക് പോയി ഒരു ആഡ് ന്യൂ പേജ് എൻ്റർ ചെയ്യാം. നമ്മളതിനൊരു ഹോം എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ കൊടുക്കുകയാണ്. നമ്മളിവിടെ നോക്കുമ്പോൾ സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്സുകൾ അവൈലബിൾ ആണ്. ഈ അസ്ട്ര എന്ന് പറയുന്ന തീം പ്രൊവൈഡ് ചെയ്യുന്ന ടെംപ്ലേറ്റ്സ് ആണ്. നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതിൽ വെറൈറ്റി ഓഫ് ഡിസൈൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത് ഓരോ ബിസിനസ്സിനും പറ്റിയ ഒരു ഡിസൈൻസുകളാണ് ഇതിൽ കാണുന്നത്. ഇതിൽ ഞാൻ ഡിജിറ്റൽ ഏജൻസി ഒരു ഡിസൈൻ ചൂസ് ചെയ്യാണ്. ഇപ്പോൾ തൽക്കാലം ഇതിനുള്ളിൽ 4 പേജസ് പ്രീ ഡിസൈൻ ചെയ്ത് അവർ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഡിസൈൻ്റെ ടെംപ്ലേറ്റ് ഇമ്പോർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഹോം പേജിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഹോം എന്ന് പറഞ്ഞ ഡിസൈൻ ഇമ്പോർട്ട് ചെയ്യാണ്. ഒരു ഫ്യൂ സെക്കൻഡ്സ് എടുത്തു, അത് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് പബ്ലിഷ് ചെയ്ത് നോക്കാം, എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. അത് പബ്ലിഷ് ചെയ്തു. അപ്പോൾ നമുക്കൊരു URL അവിടെ വന്നു. ആ URL ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റൊരു സൈഡ് ബാർ ഇവിടെ വന്നിട്ടുണ്ട്. അതിനുള്ളിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ ഡിസൈൻ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്കൊന്ന് കുറച്ച് ഭംഗിയാക്കാനായിട്ട് ഈ പേജിൽ തന്നെയുള്ള കുറച്ച് സെറ്റിങ്സുകളുടെ ഉണ്ട്. ഓരോ പേജിനും ഓരോ ടെംപ്ലേറ്റിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് ആയിരിക്കും. സോ നിങ്ങളത് നോക്കി കണ്ടുപിടിക്കേണ്ടി വരും. ഈ ഒരു ടെംപ്ലേറ്റിനെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നില്ല. മിക്കവാറും സൈഡ് ബാറിന് ഒരു സെറ്റിങ്സ് എല്ലാ തീമിനും ഉണ്ടായിരിക്കാം. നമ്മൾ നോ സൈഡ് ബാർ കൊടുക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി ലെഫ്റ്റ് സൈഡ് ബാർ, റൈറ്റ് സൈഡ് ബാറാണ് ഇപ്പോൾ ഓൾറെഡി അവൈലബിൾ ആയിരിക്കുന്നത്. റൈറ്റ് സൈഡ് ബാറാണ് നമ്മളിവിടെ കാണുന്നത് ഒരു സൈഡ് ബാർ. നമ്മളത് എന്ത് ചെയ്യുന്നു, ഹോം പേജ് ആയതുകൊണ്ട് ആ സൈഡ് ബാർ വേണ്ടെന്ന് വയ്ക്കുന്നു. നോട്ട് സൈഡ് ബാർ കൊടുക്കുന്നു. കണ്ടൻറ് ലേഔട്ട് നമ്മൾ ഒരു സ്ക്രീൻ മുഴുവനായിട്ട് നിറഞ്ഞ് കാണാനായിട്ട് ഫുൾ വിഡ്ത്തിനുള്ളിൽ കണ്ടൻറ്റ് സെറ്റ് ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ ഒരു പ്രൈമറി ഇപ്പോൾ ഹെഡർ എന്നുള്ള ഒരു ഹെഡർ ഉണ്ടായിരുന്നല്ലോ, ഈ ഒരു ഹെഡർ സെക്ഷൻ നമുക്ക് ഡിസേബിൾ ചെയ്യാം എന്ന് വേണേൽ വയ്ക്കാം. ഡിസേബിൾ ടൈറ്റിൽ നമ്മളൊന്ന് ഡിസേബിൾ ചെയ്യുന്നു. ഇവിടെയാണ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഈ ഒരു സെക്ഷനിലാണ് ഇതിൻ്റെ ഓപ്ഷൻസ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഡിസേബിൾ ടൈറ്റിൽ കൊടുക്കുന്നു, ഡിസേബിൾ ബ്രെഡ് ക്രംസ് കൊടുക്കുന്നു. വേറെ ഒന്നും നമുക്ക് പ്രത്യേകിച്ച് ആവശ്യമില്ല. ഓക്കെ, ഇനി അത് അപ്ഡേറ്റ് ചെയ്യുന്നു. ഇനി അപ്ഡേറ്റ് ചെയ്ത പേജ് നമുക്ക് നോക്കാം. നിങ്ങൾ കാണാൻ പറ്റും കുറച്ചുകൂടി ഭംഗിയായിട്ട് ആ ഒരു പേജ്, ഒരു ബാനർ വന്നിട്ടുണ്ട്. അതിനടിയിൽ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഈ ഒരു കണ്ടൻസ് റീപ്ലേസ് ചെയ്താൽ മതി. ഇപ്പോൾ ഏതാണ്ട് ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ഡിസൈനിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ലേൺ വിത്ത് സിബിൻ എന്നുള്ളൊരു ടെക്സ്റ്റായി എടുക്കുന്നത്. ഇതിന് വരെ നമുക്കിവിടെ ലോഗോ അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ ഒരു സാമ്പിൾ പേജ് മാത്രമാണ് മെനു എടുക്കുന്നത്. ഇവിടെ നമുക്ക് റിച്ച് ആയിട്ട് മെനു അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു പിക്ചർ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നു, ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു നമുക്ക് നോക്കാം. സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ നോക്കാം. ഇതിപ്പോൾ ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ബേസിക് എഡിറ്റിംഗ് കോൺസെപ്റ്റാണ്. ഇങ്ങനെ തന്നെയാണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ഡിസൈൻസും നമുക്ക് ഈസി ആയിട്ട് ഒരു കോഡിങ്ങിൻ്റെ ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് ഇങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച്, ഒരു ബാക്ക് ഉപയോഗിച്ച് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് വഴിയും നമുക്ക് മാനുവലായിട്ട് എഡിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്ത് നമുക്ക് നോക്കാം. ഇങ്ങനെയായിരുന്നു ഒരു പേജ്, നമ്മളൊരു ടെംപ്ലേറ്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇത് ഇങ്ങനെയായി. ഇനി ഇതിലേക്ക് വന്നതിന് ശേഷം നമുക്കിവിടെ സിമ്പിളായിട്ട് ഈ ഒരു എഡിറ്റർ വിൻഡോയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഒരു മെയിലൊക്കെ കമ്പോസ് ചെയ്യുന്ന പോലെ തന്നെ ഇത്രയും വ്യൂവേഴ്സ് സക്സസ് എന്ന് പറഞ്ഞു നമുക്ക് വീണ്ടും എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ ടെക്സ്റ്റ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് എൻ്റർ ചെയ്ത് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ബട്ടൺ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് ലിങ്ക് കൊടുക്കണം. ഏത് പേജിലേക്ക് നമുക്ക് ഇനി ഒരു അനദർ പേജ് ക്രിയേറ്റ് ചെയ്ത് അങ്ങോട്ട് ലിങ്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. ഇനിയിപ്പോൾ ഈ പുറകിലെ ബാനർ നമുക്ക് റീപ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീപ്ലേസിന് ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമ്മൾ മീഡിയ ലൈബ്രറി ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പുതിയ ഫയൽ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ഫയൽസ് ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. വലിയൊരു ഇമേജ് ഞാൻ ഒന്ന് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അത് സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് റീപ്ലേസ് ആയിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് നോക്കാം, ഈ ഒരു ഇമേജ് ആയിരുന്നു. ഞാൻ അതിന് പകരം ഞാനൊരു ഇമേജ് അപ്ലോഡ് ചെയ്തു. ആ ഒരു ഇമേജിനും ഒരു വന്നിട്ടുണ്ട്. ഇനി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ എഡിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ആ ഒരു ഇമേജ് റീപ്ലേസ് ആയി. പക്ഷേ ഇതിന് മുമ്പിൽ ഒരു ഓവർലേ ഉണ്ട്. നമുക്ക് ആ ഒരു ടെക്സ്റ്റൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓവർലേ ഒരുപാട് കൊടുത്തിട്ടുണ്ട്.
നമുക്ക് അതൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതേപോലെ കണ്ടൻസുകൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി വീണ്ടും മറ്റൊരു ഇമേജ് കൂടി നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്തു, ഈ ഒരു ഇമേജ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. ജസ്റ്റ് റീപ്ലേസ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ മീഡിയ ലൈബ്രറി ക്ലിക്ക് ചെയ്യുക. എക്സിസ്റ്റിംഗ് ഇമേജസ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മൾ തൽക്കാലം ഒന്ന് പുതിയൊരു ഇമേജ് അപ്ലോഡ് ചെയ്യണം. വീണ്ടും ടീം സ്മോൾ എന്ന് പറയുന്ന ഇമേജ് ഞാൻ ഈ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാണ്. കണ്ടോ, ഇത്ര ഈസി ആയിട്ട് നമ്മൾ ആ ഇമേജ് അപ്ഡേറ്റ് ചെയ്തു. ഇനി ഇതേപോലെ നമുക്ക് ഹാവ് എ പ്രോജക്റ്റ് ഇൻ മൈൻഡ്, നമുക്ക് എഡിറ്റ് ചെയ്യാം. എന്ത് കണ്ടൻറ്റ്സ് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം. ഇതിൻ്റെ കളേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇതുപോലൊരു സെക്ഷൻ നമുക്കിനി വീണ്ടും വേണം അതിനുണ്ടെങ്കിൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഇത് നമുക്ക് ജസ്റ്റ് എടുത്ത് സ്ക്രോൾ ചെയ്ത് നമുക്ക് ഡ്രാഗ് ചെയ്ത് വേറെ പൊസിഷനിലേക്ക് കൊണ്ടുവയ്ക്കാനുള്ള ഓപ്ഷനുണ്ട്. കണ്ടോ, ഇത് നമുക്കിതിപ്പോൾ സ്ക്രോൾ ചെയ്ത് ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് തൊട്ടടിയിലായി. അതുപോലെ നമുക്കിതെല്ലാം റീഅറേഞ്ച് ചെയ്യാനും അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഇപ്പോൾ ഇതുപോലെ ലോഗോ, ഇതെല്ലാം ഒരു ഇമേജസ് ആണ്. ഇത് നമുക്കൊരു ടെക്സ്റ്റാണ് എഡിറ്റ് ചെയ്യാം. ഇതുപോലെ അപ്ഡേറ്റ് ചെയ്താൽ, ഞാനിപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യാണ്. ഓപ്പൺ ചെയ്താൽ ഇതാ ഞാൻ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഇമേജ് ഇവിടെ വന്നിരിക്കുകയാണ്. കണ്ടോ, ഇതുപോലെ നമുക്ക് എല്ലാം സിമ്പിളായിട്ടിരുന്ന് കുറച്ച് സമയമെടുത്ത് അപ്ഡേറ്റ് ചെയ്യാം. ഇനി ഇതിപ്പോൾ learnwithsibin.com/home എന്ന് പറഞ്ഞ പേജിലേക്കാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ learnwithsibin.com അടിച്ച് ഇപ്പോഴും ആ ഒരു പേജ് തന്നെയാണ് വരുന്നത്. ഇനിയിപ്പോൾ വേർഡ്പ്രസ്സിൽ സിമ്പിളായിട്ട് ആ ഒരു എങ്ങനെയാണ് സെറ്റ് ചെയ്യണം നമുക്ക് നോക്കാം. ഹോം പേജ് നമ്മൾ സെറ്റിങ്സിലേക്ക് പോവാം, റീഡിങ് സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ നമ്മളിപ്പോൾ ഒരു ലേറ്റസ്റ്റ് പോസ്റ്റുകളാണ് ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് എടുക്കുന്നത്. നമ്മളത് മാറ്റിയൊരു സ്റ്റാറ്റിക് പേജ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തൊരു പേജ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഹോമിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു പേജ് സെലക്ട് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഇനി നമ്മൾ learnwithsibin.com എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സെറ്റ് ചെയ്ത പേജ് ആയിരിക്കും വരിക. പിന്നെ ഇതുപോലെ നമുക്ക് ഇതിൻ്റെ ഒരു മെനു, ഈ ഒരു മെനു നമുക്ക് കോൺഫിഗർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. ഇനിയുള്ള കാര്യങ്ങളെല്ലാം ആക്ച്വലി നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി ഇതിന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ തന്നെ മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ ഒരു മെനു ആണെങ്കിൽ നമുക്കിവിടെ നമ്മളൊരു മെയിൻ മെനു ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ മെനു ഒന്നിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ക്രിയേറ്റ് ചെയ്തു. നമുക്ക് വാലബിൾ ആയിട്ടുള്ള ഹോം പേജ് നമ്മൾ സെറ്റ് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പേജസ് ഇവിടെ ലിസ്റ്റിൽ വരും. നമുക്കിവിടെ സെറ്റിൽ ചെയ്യുന്നത് വരുന്നു. ഇനി അതിൻ്റെ ഒരു ഭംഗിയാക്കാം ഹോമിൽ നിന്ന്. ഇനി നമുക്ക് എന്തെങ്കിലും ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് കസ്റ്റമായിട്ട് വെറുതെ ഒരു ലിങ്കിൽ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. google.com സെറ്റ് ചെയ്യുന്നു. നമ്മൾ ഗൂഗിൾ എന്ന് പറഞ്ഞൊരു മെനു ആഡ് ചെയ്തു ആവശ്യമുണ്ടെങ്കിൽ ഗൂഗിൾ. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ മെനു ആയിട്ടില്ല, എന്നാലും നമ്മൾ വെറുതെ കോൺടാക്ട്സ് ആഡ് ചെയ്യുന്നു. ഇതൊക്കെ സെറ്റ് ചെയ്ത് നമ്മളതൊരു പ്രൈമറി മെനു, ഇതാണ് നമ്മുടെ പ്രൈമറി മെനു. ഓരോ മെനുവിന് ലൊക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് പ്രൈമറി മെനുവിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യണം. ഇനി നമ്മളൊന്ന് റീലോഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഹോം, ഗൂഗിൾ, കോൺടാക്ടസ്, എബോട്ടസ് ഇതൊക്കെ മെനൂസായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി learnwithsibin നമുക്ക് ഇതിൻ്റെ ലോഗോ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഞാനത് കസ്റ്റമൈസ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ പല ടെംപ്ലേറ്റ്സിനും പല രീതിയിലായിരിക്കും എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നാവിഗേറ്റ് ചെയ്തിട്ട് ഓപ്ഷൻസ് കണ്ടുപിടിച്ച് ജസ്റ്റ് നമുക്ക് ബ്രൗസ് ചെയ്യാനുള്ള നോളജ് മാത്രം മതി. പിന്നെ ബേസിക് ആയിട്ടുള്ള ഇതിനെക്കുറിച്ച് അണ്ടർസ്റ്റാൻഡിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഹെഡറിൻ്റെ ഉള്ളിൽ നമ്മൾ ഹെഡർ ക്ലിക്ക് ചെയ്യുന്നു, ടൈറ്റിൽ ആൻഡ് ലോഗോ, ഞാനൊരു ലോഗോ സെലക്ട് ചെയ്യാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ ഒരു ലോഗോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുന്നേ. ആ ഒരു ലോഗോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോവാണ്. സെലക്ട്, സ്ക്രിപ്റ്റ് കോപ്പി കാണിക്കുകയാണ്. കണ്ടോ, ആ ലോഗോ അവിടെ വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ടൈറ്റിൽ ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ടൈറ്റിൽ ഡിസേബിൾ ചെയ്തു. നമുക്ക് ലോഗോൻ്റെ വിഡ്ത്തും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്യുന്നു, നമ്മളത് പബ്ലിഷ് ചെയ്യുന്നു. ഇനി ഒന്ന് സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആ ലോഗോ ആയി ഇനി അവിടെ. ഇതുപോലെ എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ തന്നെ ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോബലി വരുന്ന കളേഴ്സിൻ്റെ കാര്യങ്ങൾ, ഇനി അല്ലെങ്കിൽ ഇതിൻ്റെ ഫോണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് ചൂസ് ചെയ്യാം. കംപ്ലീറ്റ് ഫോണ്ടോ അതിൻ്റെ സൈസ്, കളേഴ്സ് എല്ലാ കാര്യങ്ങളും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാം. ബട്ടൺസിൻ്റെയും കളേഴ്സും കാര്യങ്ങളും ഈ വെബ്സൈറ്റിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും തന്നെ കോഡിങ്ങിൻ്റെ ആവശ്യമില്ലാതെ കണ്ടൻറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഫോർമാറ്റ് ചെയ്യാനും ഡിസൈൻ ചെയ്യാനും സാധിക്കും. അങ്ങനെ നിങ്ങൾ വേർഡ്പ്രസ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ടൊരു ഡൊമൈനും ഹോസ്റ്റിങ്ങും പർച്ചേസ് ചെയ്ത് ഒരു വെബ്സൈറ്റ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഈസി ആയിട്ട് യാതൊരു സപ്പോർട്ടും ഇല്ലാതെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് വേർഡ്പ്രസ്സിലുള്ളത്. അതങ്ങനെ തന്നെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ മാത്രം മതിയായിരിക്കും. എങ്കിൽ പോലും എന്തെങ്കിലും ഡൗട്ട്സുകൾ കാര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്കമിങ് വീഡിയോസിൽ നമുക്ക് വേർഡ്പ്രസ്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം.
നിങ്ങളുടെ ബിസിനസ്സിനായിട്ടൊരു വേൾഡ് ക്ലാസ് സ്റ്റാൻഡേർഡിൽ ഒരു വെബ്സൈറ്റ് ചെയ്യാനാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രൊഫഷണൽ അസിസ്റ്റൻസ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് എൻ്റെ ഇമെയിൽ അഡ്രസ്സ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.